ഐസ് ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ട് പൊടി നനച്ചിട്ട് പുട്ടുണ്ടാക്കുന്നത്. അത് നിങ്ങൾ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാരണം ആ പുട്ട് സാധാരണ നമ്മൾ വെള്ളം നനച്ചിട്ട് ഉണ്ടാക്കണ പൊടിയിൽ വെള്ളം നനച്ചിട്ട് ഉണ്ടാക്കണ പുട്ടിൻ്റെ പോലെ ആയിരിക്കില്ല, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പുട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പലഹാരം എന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർക്കാം, പിന്നെ സേമിയ, പിന്നെ പാല്, പിന്നെ ഏത്തപ്പഴം, പിന്നെ ശർക്കര, ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. അതിൻ്റെ പുറത്ത് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞിട്ടിരിക്കും, ഉള്ളിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും. പിന്നെ റെഡിയാക്കിയിട്ട് എടുക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും പാടില്ല, നല്ല ഈസി ആയിട്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഈ നമുക്ക് ഒട്ടും സമയങ്ങളായിട്ട് തന്നെ നമ്മുടെ പലഹാരം റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലായിട്ട് അളവ് എടുക്കണത്. ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ ഗ്ലാസ് തന്നെ വേണമെന്നില്ല, നമ്മൾ ചായ കുടിക്കാൻ എടുക്കണ ഏത് ടൈപ്പ് ഗ്ലാസ് ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഗ്ലാസ്സിൽ ഞാനിവിടെ 1/2 ഗ്ലാസ് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത സേമിയ ആയിട്ട് എടുത്തേക്കുന്നത്. വറുക്കാത്ത സേമിയ തന്നെ എടുക്കുക, കാരണം നമ്മൾ ഫ്രഷ് ആയിട്ട് നെയ്യിൽ വറുത്തിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ 1/2 ഗ്ലാസ് സേമിയ എടുക്കുമ്പോൾ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് പാലെടുക്കുക. അതിപ്പോൾ തിളപ്പിച്ച പാലായിരുന്നാലും കുഴപ്പമില്ല, തിളപ്പിക്കാത്ത പാലായിരുന്നാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ഏത്തപ്പഴമാണ്. ഏത്തപ്പഴം എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നന്നായിട്ട് പഴുത്ത പഴം എടുക്കുക. എന്നിട്ട് പഴം നമ്മൾ പുഴുങ്ങിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലിയ പഴമായിരുന്നു, അപ്പോൾ ഞാനിവിടെ പഴത്തിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല നാടൻ പഴം ഉണ്ടല്ലോ, അതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ പഴത്തിന് നല്ല മധുരം അടിക്കുമല്ലോ. അപ്പോൾ ഇത്രയ്ക്കുള്ള പഴം എടുത്തിട്ടുണ്ട്. ഈ പഴം നന്നായിട്ട് ഉടച്ചിട്ട് എടുക്കണം. പിന്നെ ഏത്തപ്പഴമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ചെറിയ ചൂടോട് കൂടിയിട്ട് ഉടച്ചിട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. പിന്നെ നല്ല നാടൻ പഴമൊക്കെ ആണെങ്കിൽ ചൂടാറിയാലും നമുക്ക് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് എടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ശർക്കരയാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കുക. അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ശർക്കര മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുത്തിട്ടുണ്ട്, പൊടിച്ചിട്ട് ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല കറുത്ത ശർക്കരയായിട്ട് എടുത്തേക്കുന്നത്. ഞങ്ങൾക്കിവിടെ ഇന്ത്യൻ കടയിൽ നിന്ന് ശർക്കര വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പിന്നെ അതിലേക്ക് നമുക്ക് നെയ്യ് വേണം. നെയ്യ് നമ്മൾ ഫസ്റ്റ് നെയ്യിലിട്ടിട്ടാണ് നമ്മൾ നമ്മുടെ ഇത് സേമിയ വറുത്തിട്ടെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് വേണം. അപ്പോൾ പിന്നെ നമ്മൾ പഴമൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുഴച്ചിട്ട് എടുക്കുമ്പോഴും കുറച്ച് നെയ്യ് ചേർക്കും. പിന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി ഒരുപാട് വേണ്ട, ഒരു 2.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഗോതമ്പ് പൊടി മതിയാവും. ഈ ഗോതമ്പ് പൊടി നമ്മൾ നെയ്യിൽ വറുത്തിട്ട് എടുക്കണം. നെയ്യിൽ ഗോതമ്പ് പൊടി വറുത്തിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മൊരിയിച്ചിട്ട് എടുക്കുക. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടിച്ചതും ചേർക്കുക. ഇനി നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ജീരകവും ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമ്മളൊരു മിക്സിങ് റെഡിയാക്കിയിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ പൊരിച്ചിട്ടെടുക്കും. അപ്പോൾ പൊരിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊരിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് എടുക്കില്ലേ, അതേപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ബ്രെഡ് ക്രംസ് ഇരിക്കണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ നമുക്കിത് ആവശ്യമുള്ളൂ. അപ്പോൾ സേമിയ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഇവിടെ ഞാൻ ഇത്രയ്ക്കാണ് ചേർക്കുന്നത്. ഇതൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നെയ്യ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. നെയ്യൊക്കെ കുറച്ച് കൂടുതലായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ തീ നന്നായിട്ട് കുറച്ച് വെച്ചോ കേട്ടോ. ഇതിലേക്ക് നമ്മൾ സേമിയ ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. തീ കുറച്ച് വെച്ചില്ലെങ്കിൽ ഇട്ട വഴിക്കൊണ്ട് കരിഞ്ഞു പോകട്ടോ. അപ്പോൾ സേമിയ ചേർക്കുക. ഈ സേമിയ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് സേമിയ നെയ്യിൽ വറുത്തിട്ട് എടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരട്ടെ. ചൂട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോ കേട്ടോ, കാരണം തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയും. അപ്പോൾ ഞാൻ എപ്പോഴും വറക്കാത്ത സേമിയായിട്ട് എടുക്കാറ്, കാരണം വറക്കാത്ത സേമിയ ആയിരിക്കും എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ഗോൾഡൻ കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, പെട്ടെന്ന് കരിയും. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് പാല് ചേർക്കാം.
അപ്പോൾ തിളച്ച് എല്ലായിടത്തും നല്ല തിള വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാണ്. ഈ പാലിൻ്റെ ചൂടുകൊണ്ട് തന്നെ ഇരുന്നിട്ട് സേമിയ വെന്തോളും. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഈ ചൂടുപാലിൽ തന്നെ ഇരിക്കട്ടെ കേട്ടോ സേമിയ. അപ്പോൾ സേമിയ ഒന്ന് വെന്തോളും. കാരണം നമുക്ക് സേമിയ ഒരുപാട് വെന്ത് അങ്ങോട്ട് കുഴഞ്ഞു പോകണ്ട. അപ്പോൾ അതുകൊണ്ട് കേട്ടോ പാല് നന്നായിട്ട് തിളച്ചങ്ങോട്ട് പൊന്തി അങ്ങോട്ട് വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ നമുക്ക് ഏത്തപ്പഴം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ അതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടാട്ടോ ഉടയ്ക്കുന്നത്. ഈ പഴത്തിലേക്ക് ഞാനിവിടെ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. ഇത്രയ്ക്ക് നെയ്യ് ചേർക്കുക. ഇത് പിന്നെ കട്ട പിടിച്ച പോലെയാണല്ലോ ഇരിക്കുന്നത്. അതിങ്ങനെ വെള്ളം പോലെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നെയ്യ് ഉണ്ടാവും കേട്ടോ. നെയ്യ് ഇതിൻ്റെ കൂടെ ഉണ്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പഴം ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഉടച്ചെടുക്കണം. അപ്പോൾ ഈ ഇതാണ്ട് നീക്കി വയ്ക്കുക. ഇനി നമുക്ക് ഗോതമ്പ് നെയ്യിലൊന്ന് വറുത്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് നെയ്യ് ചേർക്കുക. നെയ്യ് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. കാരണം നെയ്യിലിട്ടിട്ട് ഗോതമ്പ് പൊടി നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ട് എടുക്കണം. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഗോതമ്പ് പൊടി ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ടേബിൾ സ്പൂണിൽ ഇതേപോലെ ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വടിച്ചിട്ടല്ല എടുക്കണത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയ്ക്ക് ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് വടിച്ചിട്ടല്ല എടുത്തത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് ഗോതമ്പ് പൊടി ഈ നെയ്യിലിട്ടിട്ട് വറുത്തിട്ട് എടുക്കുക. ഗോതമ്പ് പൊടി നെയ്യിൽ വന്നിട്ട് നന്നായിട്ട് വേവണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഗോതമ്പ് പൊടി ഇനി പിന്നെ നമ്മൾ വേവിക്കണില്ല കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ആ കളർ അങ്ങോട്ട് മാറിയിട്ട് ഒരു ഡാർക്ക് കളറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. ഇനി തീ ഓഫ് ചെയ്യുക. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ സേമിയ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ ആയിരുന്നാലും വെന്തിട്ടുണ്ട്. പാലൊക്കെ നമ്മുടെ സേമിയ വലിച്ചെടുത്തിട്ടുണ്ട്. സേമിയ ഒരുപാട് വെന്തങ്ങോട്ട് കുഴഞ്ഞുടഞ്ഞു പോയിട്ടില്ല. അതേപോലെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യിൽ മിക്സ് ചെയ്ത് വെച്ചേക്കണ പഴം ഉണ്ടല്ലോ, പഴം ചേർക്കുക. മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര ചേർക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ എടുക്കണ പഴത്തിന് ചിലപ്പോൾ അത്രയ്ക്ക് മധുരം ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർക്കണ ശർക്കരയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ശർക്കരയുടെ അളവ് കറക്റ്റ് പറയാത്തത്. കാരണം നമ്മൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ശർക്കര. ഇനിയിപ്പോൾ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കുക, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരുന്ന ശർക്കര മുഴുവനും ചേർത്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ സേമിയയ്ക്ക് ആയിരുന്നാലും ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശർക്കര ഇതിൻ്റെ കൂടെ കിടന്നിട്ട് അങ്ങോട്ട് മെൽറ്റ് ആയിക്കോളും. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചേക്കണ ഗോതമ്പ് പൊടി ചേർക്കണം. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ അളവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് കൈമ ഒട്ടി പിടിക്കാണ്ട് കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഗോതമ്പ് പൊടി ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ഒരുമിച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കണ കാര്യം മറക്കരുത് കേട്ടോ. മധുരം ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർക്കണം. ഏലക്ക പൊടിച്ചത് ചേർക്കുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്തോട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏലക്കായുടെ ടേസ്റ്റ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിന് ചെറിയൊരു ചൂടുണ്ട്, ചെറിയ ചൂടോട് കൂടിയിട്ട് മിക്സ് ചെയ്യുക. രസമുണ്ട്. ആ ഗോതമ്പ് പൊടിയും നെയ്യിൽ വറുത്തതിൻ്റെ ടേസ്റ്റും പഴത്തിൻ്റെയും പിന്നെ ഇടയ്ക്ക് ഞാൻ സേമിയ ഇങ്ങനെ കടിക്കുന്നുണ്ട്, നല്ല രസം. ഇനി ഇതെന്ത് ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. നമുക്ക് ഇത്രയ്ക്ക് ഇത് വെച്ചിട്ട് ഇതേപോലത്തെ 10 എണ്ണാട്ടാണ് കിട്ടിയേക്കുന്നത്. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ. ഇതേപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷേ ഇതിൻ്റെ ആ പുറത്തൊരു കോട്ടിങ് കൂടിയും കൊടുത്തിട്ട് നമ്മൾ വറുത്തിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി ആ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇത് വറുത്തെടുക്കാൻ പോണതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ കോട്ടിങ് കൊടുക്കണമല്ലോ. അപ്പം മൈദ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ വെള്ളം പോലെ എണ്ണോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് തിക്കായിട്ട് എടുക്കരുത്. ഇതിൽ നിന്ന് ഓരോന്ന് എടുക്കുക, ജസ്റ്റ് ഇതിനകത്തൊന്ന് ഡിപ്പ് ചെയ്യുക, ബ്രെഡ് ക്രംസിലേക്ക് ഇടുക. സൗണ്ട് പോയി. ജസ്റ്റ് ഇങ്ങനെ ഒരു കോട്ടിങ് മാത്രം കിട്ടിയാൽ മതി. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അതിങ്ങനെ പിടിച്ചിരിക്കണ്ട കേട്ടോ.
ഇത് നമുക്ക് നേരത്തെ കൂട്ടിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇതിൻ്റെ മിക്സിങ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കേട്ടോ. പക്ഷേ ഇതേപോലെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് വെക്കണ്ട. അത് കട്ട്ലേറ്റ് ആയിരുന്നാലും അങ്ങനെ വെക്കരുത് കേട്ടോ. മിക്സിങ് റെഡിയാക്കിയിട്ട് വെക്കാം. പക്ഷേ ഇതേപോലെ ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് വെക്കരുത്. കാരണം ഈ ബ്രെഡ് ക്രംസ് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കട്ട്ലേറ്റിൻ്റെ ഉള്ളിലുള്ള ആ വെള്ളമൊക്കെ ഉണ്ട് വലിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിലിടുമ്പോൾ കട്ട്ലേറ്റ് പൊട്ടി പോവുകയും ചെയ്യും. കാരണം ഈ ബ്രെഡ് ക്രംസ് ഇതിൻ്റെ ഉള്ള വെള്ളം മുഴുവൻ വലിച്ചെടുത്തിട്ട് ബ്രെഡ് ക്രംസ് കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ളതെല്ലാനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് വയ്ക്കണം കേട്ടോ. കാരണം ഇത് പെട്ടെന്നായിട്ട് കരിഞ്ഞു പോകും. ഇത് 2 സൈഡ് നമുക്ക് മൊരിയിച്ചിട്ട് എടുക്കാം. നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ വറുത്തെടുക്കുമ്പോഴായിരുന്നാലും ഒട്ടും ഓയിലൊന്നും കുടിക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ? അതേപോലെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ.